അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം അത് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങൾ നിർമ്മല സുവിശേഷം ഈ ദേശത്തോട് പറയുവാൻ പോകുക. ദൈവവചനം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നതല്ല, അത് നമ്മെ ഉദ്ധരിക്കുന്നതാണ്. തിരുവചനം ഒരിക്കലും നമ്മെ സ്വത്വം നഷ്ടപ്പെടുത്തുന്നതല്ല, നമ്മെ ഉദ്ധരിക്കുന്നതാണ്, നമ്മെ ഉയർത്തുന്നതാണ്. ആമേൻ. അത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. വചനത്തിൽ അല്ലാതെ ആർക്കും കൂടുതൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. വചനത്തിൽ സന്തോഷിക്കുന്ന മാതാക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്ലെങ്കിൽ വചനത്തിൽ സന്തോഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് എബി അല്ലെങ്കിൽ പാസ്റ്റർ പാടിയത്, സന്തോഷിപ്പീൻ. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സുണ്ടോ, നിന്റെ വിഷയങ്ങളെയൊക്കെ അത് അല്ലെങ്കിൽ തുടച്ചു മാറ്റുകയാ. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇനി ഈ വചനം ഒരിക്കലും മാറുന്നില്ല. അറിയാമല്ലോ, സ്വർഗത്തിൽ എന്നേക്കും ഇത് മാറുന്നില്ല. പക്ഷേ ഇതിൻ്റെ ദൂത് എന്നും മാറ്റണം എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തിന്റെ ദൂത് എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ദിവസം പ്രതി പുതുതായി തീരുകയാ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വചനം നാം കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ സ്തോത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഈ വചനം ഒരിക്കലും നമ്മൾ മാറ്റരുത്. We cannot change the message of God. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദൈവത്തിന്റെ വചനം മാറ്റരുത്. പക്ഷേ ദൈവത്തിന്റെ വചനമാണ് നമ്മെ മാറ്റേണ്ടത്. മനസ്സിലായോ? പിടികിട്ടിയോ? ദേശമേ ഞങ്ങളുടെ അല്ലല്ലോ ദൂത് വിളിച്ചു പറയുക, നിന്റെ ഇഷ്ടപ്രകാരം ഈ വചനത്തെ കോട്ടുവാനല്ല ഈ വചനം തന്നത്. നിനക്കിഷ്ടം പോലെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ വചനം കൊണ്ട് പോയി ദുർവ്യാഖ്യാനം ചെയ്യാനുള്ളതല്ല ഈ ജീവന്റെ വചനം. ആമേൻ. ഈ വചനമാണ് നമ്മെ മാറ്റേണ്ടത്. ഒരിക്കലും നാം വചനം മാറ്റരുത്. അതുകൊണ്ട് ദേശമേ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഏതാണെന്ന് അറിഞ്ഞ് നീ അതിനെ സ്വീകരിക്കണം.